എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമ്മുടെ കേരള PSC ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 കാറ്റഗറി നമ്പർ 34/2023 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. നല്ല രീതിയിൽ ക്വസ്റ്റ്യൻ പേപ്പർ 40 ക്വസ്റ്റ്യൻ പേപ്പറും നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതൊരു റിവിഷനുമായി എക്സാമിന് നെഗറ്റീവ് മാർക്ക് കുറയ്ക്കാനുള്ള പകുതി സോഴ്സുമായി അല്ലേ. അപ്പൊ 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് 2023 നടന്നിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് പോകാം. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ക്വസ്റ്റ്യനും വായിക്കുന്ന സമയത്ത് അത് ഏത് മേഖലയിൽ നിന്നാണ് വന്നത് എന്നുള്ളത് ആദ്യം നമ്മുടെ മൈൻഡ് എത്തിക്കണം കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ഏത് മേഖലയിൽ നിന്ന് വന്നു, ഏത് മേഖലയ്ക്കാണ് PSC ഇമ്പോർട്ടന്റ് കൊടുത്തിരിക്കുന്നത്, അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചു, ഇത് ഏത് ഭാഗത്തു നിന്നും ക്വസ്റ്റ്യൻ ചോദിച്ചു. അങ്ങനെ ദിവസം ഓരോരോ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകും. നമ്മൾ സ്വയം പറയണം, അല്ലാതെ ഇരുന്ന് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വായിക്കാൻ ആൻസർ പോകുക അങ്ങനെയല്ല ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യേണ്ടത്. ഞാൻ എൻ്റെ ഒരു ലോജിക്കലായിട്ടാണ് ഞാൻ പറയുന്നത്. അതിൽ മാറ്റമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ലോജിക്കിൽ പോകാം. ഞാൻ എൻ്റെ ലോജിക്ക് വെച്ചിട്ട് ഞാൻ പറയുന്നു. ഓരോ ക്വസ്റ്റ്യൻ പേപ്പറും ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ അത് ഏത് ടോപ്പിക്കിൽ നിന്നും PSC ചോദിച്ചു, അങ്ങനെ ഓരോരോ ക്വസ്റ്റ്യൻ ചെയ്യുന്തോറും നമ്മൾ അത് എന്ത് ചെയ്യണം, ഏത് ടോപ്പിക്കിന് PSC ഇമ്പോർട്ടന്റ് കൊടുത്തു, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു ഈ ഏത് ടോപ്പിക്ക്. അപ്പൊ നമ്മൾ തന്നെ സ്വയം പറയും, ഒരു ടോപ്പിക്ക് എന്നും നമ്മുടെ മനസ്സിൽ തന്നെ പറയും അല്ലേ, ഓ ഇന്ന ടോപ്പിക്ക്. ഞാൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോഴും ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്ക്, ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തപ്പോഴും ഞാൻ പറഞ്ഞു ഈ ടോപ്പിക്ക്. എത്ര പ്രാവശ്യമാണ് അപ്പൊ ഈ ടോപ്പിക്കിൽ നിന്ന് ക്വസ്റ്റ്യൻ, ഈ ടോപ്പിക്ക് പഠിച്ചേ തീരൂ. ഇതാണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു അവലോകനം ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ആ ടോപ്പിക്ക് എന്ത് ചെയ്യണം, അത്ര ഇമ്പോർട്ടന്റ് എല്ലാ ടോപ്പിക്കും പഠിക്കണം. പക്ഷെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ആ ടോപ്പിക്കിന് എന്ത് ചെയ്യണം, അതിൻ്റെതായിട്ടുള്ള ഇമ്പോർട്ടന്റ് കൊടുക്കണം. അതിനാണ് ഞാൻ പറഞ്ഞത് ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ അത് ഏത് ടോപ്പിക്കിൽ നിന്ന് വന്നു എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പോൾ ഒരു 50 ക്വസ്റ്റ്യൻ ആണ് ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എവിടെ എത്തി, 50 ടോപ്പിക്കിലേക്കാണ് PSC കെയർ ചെയ്യുന്നത് അല്ലേ. അപ്പൊ 50 ടോപ്പിക്ക് എവിടെ നിന്നാണെന്നുള്ളത് നമ്മൾ ആ ക്ലാസ്സിൽ പഠിച്ചു, മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ വരുമ്പോഴും ഇതേ നമ്മൾ ഒരു 50 60 ക്വസ്റ്റ്യൻ പഠിച്ചു. അപ്പോഴും നമ്മൾ ചിലപ്പോൾ ഈ 50-ൽ തന്നെ 30 ടോപ്പിക്ക് വീണ്ടും നമ്മൾ റിപ്പീറ്റേഷൻ ആയിട്ട് വീണ്ടും കെയർ ചെയ്യുന്നുണ്ടാകും. അങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോഴും നമ്മൾ ആ ടോപ്പിക്കുകളിലേക്ക് ഇങ്ങനെ എന്നും കെയർ ചെയ്യുന്നുകൊണ്ടേയിരിക്കുകയാണ്. അന്ന് നമ്മൾ മനസ്സിലാക്കണം, ഈ ക്വസ്റ്റ്യൻ ഈ ടോപ്പിക്ക് എന്ന് പറയുന്നത് PSCയുടെ ഇഷ്ടമേഖലയാണ്, അത് വ്യക്തമായി പഠിച്ചേ തീരൂ എന്നുള്ളത് മനസ്സിലാക്കുക. അതാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ നമ്മുടെ മാർക്കുകളാക്കി പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നതിലൂടെ നല്ല രീതിയിൽ റാങ്ക് നേടാനാകും എന്ന് പറയുന്നത് അങ്ങനെയാണ്. അത് മനസ്സിലാക്കുക, ഓരോ ഇമ്പോർട്ടന്റ് കൊടുക്കുക. നമ്മുടെ ചാനലിൽ 40 ക്വസ്റ്റ്യൻ പേപ്പർ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. 2023 മുതൽ 24 വരെ നടത്തിയിട്ടുള്ള നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറാണ് വെരിഫൈ ചെയ്തു പോകുന്നത്. ഇത് 41ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓരോ ക്ലാസ്സിലേക്കും പോവാം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ ആദ്യം അണ്ടർലൈൻ ചെയ്തിടണം യോജിക്കാത്ത പ്രസ്താവന. ഇത് നമ്മുടെ കണ്ണിലേക്ക് അങ്ങോട്ട് എത്തണം. ഇത് എത്തിയിട്ടില്ലെങ്കിൽ ഇവിടെ നമ്മൾ ആൻസർ തെറ്റിക്കും. ശരിയായ പ്രസ്താവനയാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആൻസർ ചെയ്യില്ലേ, അപ്പൊ അങ്ങനെ പാടില്ല. അപ്പൊ ഇത് നമ്മൾ എവിടെ നിന്ന് വന്നു, നമ്മുടെ കേരള നവോത്ഥാനത്തിൽ നിന്നാണ് വന്നത് അല്ലെ. കേരള നവോത്ഥാനത്തിൽ നിന്ന് വന്നു. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി യോജിക്കാത്ത പ്രസ്താവന ഏതാണ്? ഒന്നാമത്തെ ആൻസർ ഏത് വരും? ബി ആണ് വരുന്നത് കേട്ടോ. ബി 3 മാത്രമാണ് കേട്ടോ. അപ്പൊ ഇത് ഇവിടെ ആൻസർ ആയിട്ട് വരില്ല. അത് നിങ്ങൾ 1 2 4 ഇത് 3ഉം ആരിനെ കുറിച്ച് പഠിക്കണം? പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനെ കുറിച്ചിട്ട് പഠിക്കണം. പത്തനംതിട്ട ജില്ലയിലെ ഇരവിപേരൂരിലാണ് അദ്ദേഹം ജനിച്ചത്. പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു. പിന്നെ ശ്രീമൂലം പ്രജാസഭയില് 1921-ലും 1931-ലും അംഗമായി. ഇത് ഇപ്പൊ തന്നെ ഈ 3 പോയിന്റ് പഠിച്ചു വെക്കണം. അപ്പോ ഇനി അടുത്തൊരു ശ്രീകുമാര ഗുരുദേവനുമായിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാൽ 4 പോയിന്റ് ആയി. ഇതേപോലെ സ്റ്റേറ്റ്മെന്റ് ലെവലിൽ വേറെ 2 ക്വസ്റ്റ്യൻ തന്നാൽ 8 പോയിന്റ് ആയി. അങ്ങനെ തന്നെയാണ് നമ്മൾ ഓരോ ടോപ്പിക്കും പഠിച്ചു തീർക്കുക. അപ്പൊ പത്തനംതിട്ടയിലെ ഇരവിപേരൂരിൽ ജനനം, പ്രത്യക്ഷ രക്ഷാ ദൈവസഭ സ്ഥാപിച്ചു, ശ്രീമൂലം പ്രജാസഭയില് 1921 1931 അംഗമായി. 3 പോയിന്റും പഠിച്ചോ. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ ജോഡി കണ്ടെത്തുക. ഇത് നമ്മുടെ സാഹിത്യ മേഖലയിൽ നമുക്ക് കേരള കലാ സാഹിത്യം എന്നൊക്കെ വരാറുണ്ടല്ലേ, അതിൽ നിന്നും ചോദിച്ചിട്ടുള്ളതാണ്.
അപ്പോൾ ഇത് ശരിയായ ജോഡി ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണിത് ശരിയായ ജോഡി? ഇതിൽ ഏതൊക്കെയാണ് തന്നിട്ടുള്ളതിൽ ശരിയായ ജോഡി ആൻസർ വരുന്നത് ഡി ആണ് കേട്ടോ. ഡി ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത്. അത് ഇപ്പൊ തന്നെ പഠിച്ചേ. മൂഷക വംശകാവ്യം ആരുടേതാണ്? അതുലന്റേതാണ് കേട്ടോ. മൂഷക വംശകാവ്യം അതുലന്റേതാണ്. ഇപ്പൊ തന്നെ പഠിച്ചു വെക്കുക. കേരള പഴമ ആരുടേതാണ്? ഹെർമൻ ഗുണ്ടർട്ട്. കേരള പഴമ ഹെർമൻ ഗുണ്ടർട്ട്. പഠിച്ചോ? 1ഉം 3ഉം പഠിച്ചോ? പൊയ്കയിൽ കുമാരഗുരുദേവനെ കുറിച്ച് പഠിച്ചോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായി യോജിക്കാത്ത പ്രസ്താവന ഏത്? ഇത് എവിടെ നിന്നും വന്നു? ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സംഘടനയുമായിട്ട് യോജിക്കാത്ത പ്രസ്താവന ഏത്? മൂന്നാമത്തെ ആൻസർ ഏത് വരും? ചെയ്തു നോക്കാം. ഞാൻ ഒത്തിരി ഗ്യാപ്പ് തരുന്നത് സമയം ചെയ്യാനാണ്. പോസ് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ പറയട്ടെ വേണ്ടിയിരിക്കേണ്ട, നിങ്ങൾ സ്വയം ചെയ്തു നോക്കുക. മൂന്നാമത്തെ ആൻസർ ഇവിടെ ഡി ആണ്. യോജിക്കാത്ത പ്രസ്താവന എന്ന് പറയുന്നത് മൂന്നാമത്തെ ഡി. 1ഉം 4ഉം ആൻസർ ആയിട്ട് വരില്ല കേട്ടോ. 1ഉം 4ഉം വരില്ല. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ട ഈ രണ്ട് പ്രസ്താവന 2ഉം 3ഉം ശരിയായിട്ടുള്ളതാണ്. ഇത് പഠിച്ചു വെക്കണം. INCയുടെ ആദ്യത്തെ സമ്മേളനം നടത്താൻ തീരുമാനിച്ചത് പൂനെയിലായിരുന്നു. INCയുടെ ആദ്യ സമ്മേളനത്തിൽ പങ്കെടുത്തത് 72 പേരായിരുന്നു. 72. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഭാഷാ അടിസ്ഥാനത്തിലുള്ള സംസ്ഥാന പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് വരിക? നാലാമത്തെ ആൻസർ. പോസ് ചെയ്യണം. ഞാൻ ഈ ഗ്യാപ്പ് തരുമ്പോൾ അപ്പൊ പോസ് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക കേട്ടോ. നാലാമത്തെ ആൻസർ സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. 1, 2, 4. അപ്പൊ പുനഃസംഘടനാ കമ്മീഷനെ കുറിച്ച് ഇത് പഠിച്ചു വെക്കുക. 1953 ഒക്ടോബർ 1 ആന്ധ്ര സംസ്ഥാനം നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന. 2, 1956 14 സംസ്ഥാനങ്ങളും 6 കേന്ദ്രഭരണ പ്രദേശങ്ങളും ഭാഷാടിസ്ഥാനത്തിൽ രൂപീകരിച്ചു. 4, ആന്ധ്ര സംസ്ഥാന രൂപീകരണത്തിന് വേണ്ടി പോറ്റി ശ്രീരാമലു മരണം വരെ നിരാഹാരം അനുഷ്ഠിച്ചു. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ PSC ഡിലീഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഡിലീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഐക്യരാഷ്ട്രസഭയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. UNO ആണ്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവന കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ആറാമത്തെ ഏതാണ് ആൻസർ? എ ആണ് കേട്ടോ. 1, 2, 3 ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. പഠിച്ചു വെച്ചോളൂ. ഈ 3 പ്രസ്താവനകൾ പഠിച്ചു വെക്കുക. UN കാലാവസ്ഥാ വ്യതിയാന സമ്മേളനം COP27 2022 നവംബറിൽ ഈജിപ്തിലാണ്. അപ്പൊ COP28 എവിടെയാണ്? 2023 എവിടെയാണ്? ദുബായില്. COP28 ദുബായ്. COP29 2024 2023 ദുബായ്. 2024 അസർബൈജാൻ. എവിടെയാണ്? അസർബൈജാൻ. എങ്കിൽ COP30 2025 ബ്രസീല്. ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ ആരാണ്? ഐക്യരാഷ്ട്രസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറൻസ്. 1, 2 ശരിയല്ലേ? ഇനി 3, 2022 മനുഷ്യാവകാശ ദിന മുദ്രാവാക്യം എല്ലാവർക്കും അന്തസ്സും സ്വാതന്ത്ര്യവും നീതിയും എന്നുള്ളതാണ്. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന അല്ലെ? വേൾഡ് ജോഗ്രഫിയിൽ നിന്നും വന്നിരിക്കുന്നു. ഭൂമിയുടെ ആന്തരിക ഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. ഏഴാമത്തെ ആൻസർ എ ആണ്. 1ഉം 4ഉം ഇപ്പൊ തന്നെ ആന്തരിക ഘടനയെ കുറിച്ച് 2 പോയിന്റ് പഠിച്ചേ. ഭൂവൽക്കത്തിലെ ഭൂഖണ്ഡങ്ങളുടെ ഭാഗം സിയാൽ എന്നും സിയാലിന് താഴെ കടൽത്തറ ഭാഗം സിമ എന്നും അറിയപ്പെടുന്നു അല്ലെ? ഭൂഖണ്ഡങ്ങളുടെ വൻകര ഭാഗം അല്ലെ? വൻകര ഭാഗം സിയാല്, സമുദ്രഭാഗമാണ് ഇത് സിമ എന്ന് അറിയപ്പെടുന്നത്. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗത്തെ ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. മാൻഡിലിന്റെ ദുർബലമായ മുകൾ ഭാഗം ആസ്തനോസ്ഫിയർ എന്ന് വിളിക്കുന്നു. എട്ടാമത്തെ താഴെ പറയുന്നതിൽ ശരിയായിട്ടുള്ള ജോഡി. ഇതൊന്ന് ശരിയായിട്ട് ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ജോഡി ഒന്ന് നോക്കിയേ. എട്ടാമത്തെ ആൻസർ ഏതാ വരുന്നത്? ബി ആണ്. 1, 2. 1ഉം 2ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ട്രോപ്പോസ്ഫിയറിലാണ് അല്ലേ നമ്മുടെ പ്രതിഭാസങ്ങൾ, കാലാവസ്ഥാ പ്രതിഭാസങ്ങൾ മുഴുവൻ കാണപ്പെടുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അയണോസ്ഫിയർ റേഡിയോ തരംഗങ്ങൾ അല്ലേ? റേഡിയോ തരംഗങ്ങൾ എവിടെയാണ്? അയണോസ്ഫിയറിലാണ്. ഇവിടെ തെറ്റി അല്ലേ? മാറിപ്പോയി അല്ലേ? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഏത് വരേണ്ടത്? ഓസോൺ പാളി വരേണ്ടത്. 9 ശരിയായ ജോഡി കണ്ടെത്തുക. ഇതൊന്ന് ശരിയായിട്ട് ഉള്ള ജോഡി തിരഞ്ഞെടുത്തേ.
ഒൻപതാമത്തെ ആൻസർ ബി ആണ് വരിക. 1 4 1 4. ഹിമാലയം ഒരു മടക്കുപർവ്വതമാണ്. ഹിമാലയം ഒരു മടക്കുപർവ്വതമാണ്. ഹിമാലയത്തിന് പ്രായം കുറവാണ്. ഇതൊക്കെ പഠിച്ചു വെക്കുക. ശരിയായിട്ടുള്ള പ്രസ്താവന. ബാരൻ ദ്വീപുകൾ അതൊരു അഗ്നിപർവ്വതമാണ് ഇല്ലേ? ബാരൻ ദ്വീപ് എവിടെയാണ്? അഗ്നിപർവ്വതമാണ്. ഇനി താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന കണ്ടെത്തുക. താഴെ തന്നിട്ടുള്ള 4 ഓപ്ഷനിൽ നിന്ന് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. 10ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. 10ാമത്തെ സി ആണ്. 1 2 4 ഈ 3 പോയിന്റും പഠിച്ചു വെച്ചേ. അർത്ഥശാസ്ത്രത്തിൽ ചൂർണി എന്ന് പരാമർശിക്കുന്നത് പെരിയാർ നദിയാണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്ന് ഉത്ഭവിക്കുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. കബനി നദി കാവേരി നദിയിൽ ചേരുന്നു. ഇനി അടുത്ത ശരിയായ ജോഡി 11ാമത്തെ ശരിയായിട്ടുള്ള ജോഡികൾ ഏതൊക്കെയാണ്? 11ാമത്തെ 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. മേട്ടൂർ ഡാം കാവേരിയിലും തെഹ്രി ഡാം ഭഗീരഥി നദിയിലുമാണ്. മേട്ടൂർ ഡാം എവിടെ എന്ന് ചോദിച്ചാൽ തെഹ്രി ഡാം എവിടെയാണ്? ഭഗീരഥി നദിയിലാണ്. മേട്ടൂർ ഡാം കാവേരി നദിയിലാണ്. മേട്ടൂർ ഡാം കാവേരി നദി, തെഹ്രി ഡാം ഭഗീരഥി നദി. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ഇതിലും ശരിയായിട്ടുള്ള ജോഡി ഏതാണ്? 12ാമത്തെ ഏതാണ്? സി ആണ് കേട്ടോ ശരിയായിട്ടുള്ള ജോഡി. 1ഉം 2ഉം 4ഉം 1 2 4. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. പഠിക്കുന്നുണ്ടോ? ഒപ്പം പഠിച്ചു വരണിട്ട് ഈ പോയിന്റ് നമ്മൾ ആൻസർ എന്താണോ പറഞ്ഞത് അത് അപ്പം തന്നെ പഠിച്ചു വെക്കുക കേട്ടോ. ഏത്തവാഴ ഗവേഷണ കേന്ദ്രം കണ്ണാറ. പിന്നെ കുരുമുളക് ഗവേഷണ കേന്ദ്രം പന്നിയൂര്. പിന്നെ ഇഞ്ചി ഗവേഷണ കേന്ദ്രം അമ്പലവയൽ. കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രം എവിടെയാണ്? കാസർഗോഡാണ്. ശ്രീകാര്യമല്ല, കാസർഗോഡാണ്. 7/12/2022 പണനയ കമ്മിറ്റി തീരുമാനപ്രകാരം താഴെ പറയുന്ന പണനയ ഉപാധികളിൽ ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? ഏറ്റവും ഉയർന്ന നിരക്ക് ഏതിനാണ്? 13ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. 14 1991 സാമ്പത്തിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. പുത്തൻ സാമ്പത്തിക നയം 1991 പി വി നരസിംഹറാവു ഗവൺമെന്റിന്റെ കാലത്താണ് പുത്തൻ സാമ്പത്തിക പരിഷ്കരണം ഏർപ്പെടുത്തിയത് അല്ലെ. അതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ഇത് എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? എക്കണോമിക്സിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് അല്ലെ. 14ാമത്തെ ആൻസർ ഏതാണ്? പ്രസ്താവന 1ഉം 2ഉം 3ഉം ശരിയാണ്. അപ്പൊ ഈ 3 പ്രസ്താവനകൾ പഠിച്ചോളൂ ഇപ്പൊ തന്നെ പഠിച്ചോളൂ. വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾക്ക് ഇന്ത്യൻ ധനകാര്യ വിപണിയിൽ നിക്ഷേപം നടത്താൻ അനുമതി ലഭിച്ചു. ഇറക്കുമതി നികുതിയിൽ കുറവ് വരുത്തി. ഇറക്കുമതിക്കുള്ള ലൈസൻസിംഗ് നടപടിക്രമങ്ങൾ ഒഴിവാക്കി. 2021-22 സാമ്പത്തിക സർവേ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയിൽ GDP-യിലേക്ക് വിവിധ മേഖലകൾ നൽകുന്ന സംഭാവനകളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 15ാമത്തെ പ്രസ്താവന ഏതാണ് വരിക? ചെയ്യുന്നുണ്ടോ? ഒന്ന് പോസ് ചെയ്യണം കേട്ടോ. ഞാൻ ഒത്തിരി ഗ്യാപ്പ് തരുമ്പോ അപ്പൊ പോസ് ചെയ്യണേ. ഡി ആണ് കേട്ടോ. 1ഉം 2ഉം 3ഉം ശരിയാണ്. തൃതീയ മേഖല 50% കൂടുതൽ സംഭാവന നൽകുന്നു. ദ്വിതീയ മേഖല 30% കുറവാണ്. ഏറ്റവും കുറവ് സംഭാവന പ്രാഥമിക മേഖലയാണ്. കുറവ് പ്രാഥമിക മേഖല, സെക്കൻഡ് ദ്വിതീയ മേഖല, കൂടുതൽ തൃതീയ മേഖല. പാൽ ഉൽപാദനവുമായി ബന്ധപ്പെട്ട 2 പ്രസ്താവനകൾ താഴെ നൽകുന്നു ശരിയായ പ്രസ്താവന. ഇത് നമുക്ക് എക്കണോമിക്സിൽ നിന്ന് വന്നിരിക്കുന്നതാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ ഏത് വരും? എ ആണ് കേട്ടോ. പ്രസ്താവന 1 ശരിയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. 1ാമത്തെ പ്രസ്താവന ശരിയാണ്. 2 ശരിയല്ല. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശ്. അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. ലോകത്തെ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയാണ്. അടുത്ത ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങൾ കുറച്ച് സംസ്ഥാനങ്ങൾ തന്നിട്ട് അവിടെ സംസ്ഥാനങ്ങളിലെ ഓരോ സ്ഥലങ്ങൾ തന്നിട്ടുണ്ട്. അവിടെ ഏതാണ് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാണ് ചോദ്യം. നമുക്ക് എക്സാം ഹാളിൽ നമ്മൾ ഇത് വായിക്കുമ്പോഴേക്കും നമ്മൾ ഒരു പമ്പരം കറങ്ങുന്ന പോലെ ഒരു കറക്കമാണ് അല്ലേ. ധാതുക്കൾ നമുക്ക് അപ്പൊ ഒന്നും മനസ്സിലാവില്ല. വീട്ടിലൊക്കെ വന്നിട്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ വായിക്കുമ്പോൾ ഓക്കെ. പക്ഷെ എക്സാം ഹാളിലാകുമ്പോൾ ഒരു കൺഫ്യൂഷൻ അല്ലേ. ധാതുക്കളുടെ ശേഖരമുള്ള സ്ഥലം ലിസ്റ്റ് 1ലും അവിടെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതുക്കൾ ലിസ്റ്റ് 2ലും നൽകിയിരിക്കുന്നു. ചേരുമ്പോൾ ചേർക്കുക പറഞ്ഞിട്ട് അങ്ങോട്ട് തന്നൂടെ അല്ലേ. അത് തരാതെ നമ്മൾ ഇട്ടിട്ട് ഒന്ന് കൺഫ്യൂഷൻ ആക്കാനാണ്. അപ്പൊ ഇതൊന്ന് ചെയ്തേ. 17ാമത്തെ ആൻസർ സി ആണ് കേട്ടോ. 1ാമത്തെ ആൻസർ ഡി വരണം. മയൂർഗഞ്ച് എന്തിന് പ്രസിദ്ധം? ഇരുമ്പ്. മയൂർഗഞ്ച് ഇരുമ്പ്. 2ാമത്തെ കോലാർ
നമുക്കറിയാം സ്വർണ്ണഖനി അല്ലെ. കോലാറ് രണ്ടാമത്തെ കോലാറും ഹട്ടി അല്ലെ സ്വർണ്ണഖനിയാണ്. കോലാറ് ഹട്ടി എന്നിവ സ്വർണ്ണഖനിയാണ്. 2. മൂന്നാമത്തെ ഏത് വന്നു? റാണിഗഞ്ച് കൽക്കരി. റാണിഗഞ്ച് കൽക്കരി. മലഞ്ച് ഗണ്ട് ചെമ്പ്. റാണിഗഞ്ച് കൽക്കരി, മലഞ്ച് ഗണ്ട് ചെമ്പ്. മനസ്സിലാക്കണം. മയൂർഗഞ്ച് ഇരുമ്പിനാണ്, കോലാറ് സ്വർണത്തിനാണ്, റാണിഗഞ്ച് കൽക്കരിക്കാണ്, മലഞ്ച് ഗണ്ട് ചെമ്പിനാണ്. അടുത്തതും എക്കണോമിക്സിൽ നിന്ന് തന്നെയാണ്. നീതി ആയോഗിന്റെ ലക്ഷ്യങ്ങളെ കുറിച്ചിട്ടുള്ള പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. 18ാമത്തെ ആൻസർ ഡി ആണ് കേട്ടോ. 1, 2, 3 ശരിയാണ്. 3 പഠിച്ചോളൂ ഇപ്പോൾ തന്നെ. നീതി ആയോഗിനെ കുറിച്ചിട്ട് സംസ്ഥാനങ്ങളുടെ സജീവ പങ്കാളിത്തത്തോടെ ദേശീയ വികസന മുൻഗണനകൾ, തന്ത്രങ്ങൾ എന്നിവ സംബന്ധിച്ച കാഴ്ചപ്പാടുകൾ വികസിപ്പിക്കുക. സംസ്ഥാനങ്ങളുമായിട്ടുള്ള ഘടനാപരമായ പിന്തുണാ സംവിധാനങ്ങളുടെ സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുക. സാമ്പത്തിക പുരോഗതിയിൽ നിന്ന് വേണ്ടത്ര പ്രയോജനം ലഭിക്കാത്ത സമൂഹത്തിലെ വിഭാഗങ്ങൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. എന്നും നീതി ആയോഗ് നിലവിൽ വന്നത് 2015 ജനുവരി 1. ഇപ്പോഴത്തെ അധ്യക്ഷൻ അപ്പോഴത്തെ അധ്യക്ഷൻ അങ്ങനെ പറഞ്ഞിട്ട് അത് മാത്രം പഠിച്ചിരിക്കാതെ കണ്ടോ. 2023 ക്വസ്റ്റ്യന്റെ ലെവൽ തന്നെ മാറി 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 വരുന്ന, ഓരോ ടോപ്പിക്കിൽ നിന്ന് മാറി വരുന്ന രീതി നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ അതിനനുസരിച്ചിട്ടായിരിക്കണം ആ തയ്യാറെടുപ്പുകൾ നടത്തേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞത്. ഓരോ ക്വസ്റ്റ്യനും വായിക്കുമ്പോൾ ഏത് മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നു, ആ മേഖലയിൽ എത്രത്തോളം എങ്ങനെയാണ് സ്റ്റാർട്ടിംഗ് പോയിന്റുകളാണോ അതോ എൻഡിങ്, അതായത് ഒരു ടോപ്പിക്കിനെ കുറിച്ചിട്ട് എന്താ പറയുക ആഴത്തിലാണോ ചോദിച്ചിരിക്കുന്നത്, അതോ നോർമൽ ആയിട്ടാണോ, അതോ സിമ്പിൾ എങ്ങനെയാണോ എന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമ്മളിങ്ങനെ ഓരോ ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ, ഇപ്പൊ നീതി ആയോഗ് നമ്മൾ എപ്പോഴും പഠിക്കും 2015 ജനുവരി 1 അല്ലെ. ആദ്യത്തെ ഉപാധ്യക്ഷൻ അരവിന്ദ് പനഗരിയ, ഇപ്പോഴത്തെ ഉപാധ്യക്ഷൻ സുമൻ കെ ബെറി, ആദ്യത്തെ CEO സിന്ധുശ്രീ ഗുള്ളർ അല്ലെ, ഇപ്പോഴത്തെ ആരാണ് ഇപ്പോഴത്തെ CEO BR സുബ്രഹ്മണ്യം. ഇങ്ങനെ പഠിച്ചു. ഇത് മാത്രം പോരാ, അതെന്താണ്, എന്തിനു വേണ്ടി നീതി ആയോഗ് വന്നു, ഇതൊക്കെ എന്ത് ചെയ്യണം, ശരിയായിട്ട് പഠിച്ചു വെക്കുക. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷനെ കുറിച്ച് അടുത്തതും എക്കണോമിക്സിൽ നിന്നാണ് അല്ലെ. ആസൂത്രണ കമ്മീഷനെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ, ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം, ശരിയല്ലാത്തവ ഏതാണ്? ഇവിടെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 1950 മാർച്ച് 15 നിലവിൽ വന്നു. ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അല്ലെ. ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ തെറ്റ്, ഭരണഘടനാ സ്ഥാപനമല്ല, ഒരു ഉപദേശക സമിതിയാണ്. 1950 മുതൽ 2014 വരെ ഇന്ത്യൻ ആസൂത്രണ കമ്മീഷൻ 12 പഞ്ചവത്സര പദ്ധതികൾ നടപ്പിലാക്കി. ശരിയായിട്ടുള്ള പ്രസ്താവന. 2015 ജനുവരി 1 ആകുമ്പോഴേക്കും നരേന്ദ്രമോദി ഗവൺമെന്റ് വന്നു, നീതി ആയോഗ് കൊണ്ടുവന്നു അല്ലെ. 2014 ഇന്ത്യൻ ആസൂത്രണ കമ്മീഷന്റെ പ്രവർത്തനം അവസാനിച്ചു അല്ലെ. 2014 ഏത് മാസമാണ് അവസാനിപ്പിച്ചത്? ഒക്ടോബർ 13 31 ഒക്ടോബർ മാസം 13 31 എന്തായാലും 1-3 തന്നെയാണ് സംഖ്യ കേട്ടോ. അതിനാണ് അവസാനിപ്പിച്ചത്. അപ്പോഴേക്കും ആസൂത്രണ കമ്മീഷൻ എത്ര വർഷമാണ് പിന്നിട്ടതെന്നറിയോ? 65 വർഷം കേട്ടോ. 65 വർഷമാണ് ആസൂത്രണ കമ്മീഷൻ പ്രവർത്തിച്ചത്. മനസ്സിലാക്കിക്കോളൂ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ, സ്റ്റേറ്റ്മെന്റിന്റെ അങ്ങോട്ട് ഒരു ഒഴുക്കാണ് അല്ലേ. നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ടോപ്പിക്കിനെ കുറിച്ച് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് വേഗം എലിമിനേഷൻ ചെയ്തിട്ട് തന്നെ എത്താൻ പറ്റും കേട്ടോ. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. 20ാമത്തെ ഏതാണ്? ബി ആണ് കേട്ടോ. 1, 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്, 4 തെറ്റാണ് കേട്ടോ. അപ്പൊ 1, 2, 3 നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ച് 93 അംഗങ്ങൾ ഉണ്ടായിരുന്നു. ശരിയായിട്ടുള്ള പ്രസ്താവന. ബ്രിട്ടീഷ് പ്രവിശ്യകളിൽ നിന്ന് 296 അംഗങ്ങളെ തെരഞ്ഞെടുത്തു. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥ അടിസ്ഥാനത്തിലാണ് പ്രവിശ്യകളിൽ തെരഞ്ഞെടുപ്പ് നടത്തിയത്. ശരിയായിട്ടുള്ള പ്രസ്താവന. കേരള സാഹിത്യ അക്കാദമിയുടെ ഇപ്പോഴത്തെ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ ആരാണ്? കേരള സാഹിത്യ അക്കാദമിയുടെ ഡി ആണ് അല്ലെ, സച്ചിദാനന്ദ. ഇതൊന്നും നമുക്കറിയാം. ഇതൊന്നും പേര് നമ്മൾ വായിച്ചിട്ടുള്ള ശീലമില്ല അല്ലെ. സാറാ ജോസഫ്, അശോകൻ ചെരുവിൽ, ഇതൊന്നും ആയിരിക്കില്ല എന്ന് നമുക്കറിയാം. എന്തായാലും ശ്രീ സച്ചിദാനന്ദനെ നമുക്ക് ഓപ്ഷനിലൂടെ ആ ഓപ്ഷൻ തന്നെ അങ്ങനെ തന്നിരിക്കുന്നത്. രാജ്യത്തെ ഒരേ തരത്തിലുള്ള നഗരപാലിക സംവിധാനങ്ങൾ നടപ്പിൽ വരുത്തിയ ഭരണഘടനാ ഭേദഗതി അറിയില്ലേ? രാജ്യത്ത് നഗരപാലിക സംവിധാനം, പഞ്ചായത്തി രാജ്, അത് കഴിഞ്ഞ നഗരപാലിക ഏതാണ്? 22ാമത്തെ ഡി ആണ് അല്ലെ. 74ാമത്തെ ഭേദഗതി. 73 പഞ്ചായത്തി രാജ്. സംസ്ഥാനത്തിന്റെ ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെ കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസി സംസ്ഥാനത്തിന്റെയാണ്, ശ്രദ്ധിക്കണം. ഗവൺമെന്റ് ഓഫീസിലാണെന്നുള്ളത് ശ്രദ്ധിക്കണം. ഏതാണ്? ബിയിലെ സംസ്ഥാനത്തെ വിജിലൻസ് കമ്മീഷൻ.
ഇന്ത്യയുടെ 50ാമത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസായി അടുത്തിടെ നിയമിതനായ ജഡ്ജി 50. ആരാണ്? DY ചന്ദ്രചൂഡ്. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഇതൊക്കെ എവിടെ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്? സുപ്രധാന നിയമങ്ങൾ. സേവനാവകാശ നിയമവുമായി ബന്ധപ്പെട്ട പ്രസ്താവന 25 ഏതെഴുതും? A ആണ് കേട്ടോ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ദാ ഈ 3 ആൾക്കാരെ ഒന്ന് വേഗം നോക്കിക്കേ. ഓരോ ഓഫീസും നൽകുന്ന സേവനങ്ങൾ ലഭ്യമാക്കുന്ന കാലപരിധി വ്യക്തമാക്കണം. അർഹതപ്പെട്ട സേവനം നിശ്ചിത കാലപരിധിക്കുള്ളിൽ ലഭ്യമാക്കിയില്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥൻ പിഴ ഈടാക്കണം. അടുത്തത്, എല്ലാ ഓഫീസുകളിലും അപേക്ഷകർക്ക് മാർഗനിർദ്ദേശം നൽകുന്നതിന് ഒരു ഉദ്യോഗസ്ഥനെ നിയമിക്കണം. താഴെ തന്നിരിക്കുന്നതിൽ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ പരാമർശം ഇല്ലാത്ത ആശയം ഏതാണ്? ഒറ്റ നോട്ടത്തിൽ നമുക്ക് ആൻസർ എത്താം അല്ലേ? വോട്ടവകാശം. ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയിലെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് നമ്മുടെ സ്വന്തം തിരുവനന്തപുരം. ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ടെക്നോളജി പാർക്ക് തിരുവനന്തപുരത്താണ് അല്ലെ? എക്സ്ട്രാ പോയിന്റുകൾ ഇങ്ങനെ കിട്ടി വരുന്നുണ്ട് അല്ലേ? മൗലിക കടമകൾ ഉൾക്കൊള്ളുന്ന ഭരണഘടനാ വകുപ്പ്? എ. ആർട്ടിക്കിൾ 51A. കേരളത്തിലെ സ്കൂളുകളുടെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്ന ഹൈടെക് പദ്ധതി നടപ്പിലാക്കുന്ന പൊതുമേഖലാ സ്ഥാപനം? ഹൈടെക് പറയുമ്പോൾ തന്നെ IT മേഖലയാണെന്നുള്ളത് മനസ്സിലാക്കണം. അപ്പൊ 29 ഏതാണ്? B ആണ് അല്ലെ? കേരള സ്റ്റേറ്റ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. നമ്മുടെ മൗലികാവകാശങ്ങൾ സംബന്ധിച്ച തെറ്റായ പ്രസ്താവന 30. തെറ്റായ പ്രസ്താവന ഏതാണ്? സ്വത്തവകാശം മൗലിക അവകാശമാണ്. അതെന്നുള്ളത് സ്വത്തവകാശം എന്തവകാശമാണ്? ഒരു നിയമ അവകാശമാണ്. ഇതാണ് ആൻസർ വരുന്നത് കേട്ടോ. സ്വത്തവകാശം മൗലിക അവകാശമല്ല, ഒരു നിയമ അവകാശമാണ്. മൗലിക അവകാശങ്ങൾ 3ാം ഭാഗത്താണ്. മൗലികാവകാശം നിഷേധിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം. ശരിയായിട്ടുള്ള ഇതൊക്കെ 2 പഠിച്ചു വെക്കുക. സുപ്രീം കോടതിയെ മൗലികാവകാശങ്ങളുടെ സംരക്ഷകൻ എന്ന് വിശേഷിപ്പിക്കുന്നു. 2017 സെൻസസ് പ്രകാരം കേരളത്തിൽ സ്ത്രീ പുരുഷാനുപാതം ഏറ്റവും കൂടുതലുള്ള ജില്ല? കണ്ണൂര്. എല്ലാവർക്കും പാർപ്പിടം നൽകുക എന്ന ലക്ഷ്യത്തോടെ കേരള സർക്കാർ നടപ്പിലാക്കി വരുന്ന പദ്ധതിയുടെ പേര് ലൈഫ് മിഷൻ പദ്ധതി. ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം ഇന്ത്യൻ പൗരത്വം ലഭിക്കുന്നതിന് അടിസ്ഥാനമല്ലാത്ത മാനദണ്ഡം? നമുക്ക് ഇപ്പൊ ഞാനോ അല്ലെങ്കിൽ നിങ്ങളോ ഒരാള് ഇന്ത്യൻ പൗരത്വം വേണമെങ്കിൽ അവിടെ ഈ മാനദണ്ഡം ആവശ്യമില്ല. ഏതാണ് അത്? C ആണ് കേട്ടോ. 18 വയസ്സ് പൂർത്തിയായാലാണോ പൗരത്വം കിട്ടുക? അതിനു മുമ്പ് നമുക്ക് ഇന്ത്യയിൽ ജീവിക്കണ്ടേ അല്ലേ? 18 വയസ്സ് പൂർത്തിയായിരിക്കണം. അതൊരു മാനദണ്ഡമല്ല. പക്ഷികളുടെ സംരക്ഷണത്തിനായി നീക്കി വെച്ചിരിക്കുന്ന പ്രദേശം? B തട്ടേക്കാട്. മനുഷ്യ ശരീരത്തിൽ തരുണാസ്ഥികൾ കാണപ്പെടുന്നത്? എവിടെയാണ്? ആൻസർ D ആണ്. 1, 2, 3, 4 ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് രണ്ടും തരുണാസ്ഥികൾ എവിടേക്കാണ്? ചെവിക്കുടയിലുണ്ട്, കശേരുക്കൾക്കിടയിലുണ്ട്, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്തുണ്ട്, നേസൽ സെപ്റ്റത്തിലുണ്ട്. അറിയാത്തതാണെങ്കിൽ ഞാൻ പറയാറുണ്ട്, നോട്ട്ബുക്കിൽ എഴുതി വെക്കുക, ഇടയ്ക്കിടയ്ക്ക് റിവിഷൻ ചെയ്ത് വെക്കുക. ഈ ക്വസ്റ്റ്യൻ റിപ്പീറ്റേഷൻ ചെയ്താൽ മാർക്ക് പോകരുത്. ചെവിക്കുടയില്, കശേരുക്കൾക്കിടയില്, 2 അസ്ഥികൾ ചേരുന്ന ഭാഗത്ത്, നേസൽ സെപ്റ്റത്തിൽ. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്ത ഘടകം ഏത്? 36ാമത്തെ നമ്മൾ ഒറ്റ ഓട്ടം. എല്ല് പല്ല് നെയ്ത ഓടും കാൽസ്യത്തിലേക്ക് ഇല്ലേ? അങ്ങോട്ട് ആൻസർ ചെയ്തു. വീട്ടിലെത്തുമ്പോൾ അവിടെ ആവശ്യമില്ലാത്തതായിരിക്കും ചോദ്യം. അപ്പോൾ ക്വസ്റ്റ്യൻ എപ്പോഴും ഒരു സെക്കൻഡ് ക്വസ്റ്റ്യന് നമ്മൾ ഇമ്പോർട്ടന്റ് കൊടുക്കണം. ആൻസറിന് മാത്രമല്ല ഇമ്പോർട്ടന്റ്, ക്വസ്റ്റ്യന് ഇമ്പോർട്ടന്റ് ഇടുക. എന്നാലേ ഇവിടെ ആൻസർ വരുള്ളൂ, അല്ലെങ്കിൽ നെഗറ്റീവ്. എല്ലുകളുടെയും പല്ലുകളുടെയും വളർച്ചയ്ക്ക് എന്ന് കാണുമ്പോൾ എന്തായാലും ചെയ്യാം. ഞാനാണെങ്കിലും ചെയ്യും. നിങ്ങൾ മാത്രം പറയല്ല, ഞാനാണെങ്കിലും നേരെ ഓടും കാൽസ്യം. കാരണം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് ഉടനെ എത്തുകയാണ്. പക്ഷെ ഫുള്ള് വായിക്കുക. അത് തെറ്റായിട്ടാണോ ശരിയായിട്ടാണോ ചോദിച്ചിരിക്കുന്നത് മനസ്സിലാക്കുക. ഇരുമ്പ് അല്ലേ? അപ്പൊ കാൽസ്യം, മഗ്നീഷ്യം, ഫോസ്ഫറസ് ഒക്കെ എന്താണ്? അത്യാവശ്യമാണ്. COVID-19 കാരണമായ സൂക്ഷ്മജീവി? വൈറസ്, COVID-19. ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം? ജന്തുകോശങ്ങളില് 38ാമത്തെ ശ്രദ്ധിക്കണം, കാർബൺ ഡൈ ഓക്സൈഡ് ആണ് കേട്ടോ. 38ാമത്തെ A ആണ്. ജന്തുകോശങ്ങളിൽ കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. കേന്ദ്ര സുഗന്ധവിള ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ജില്ലകൾ? 39 C ആണ്. 1 മാത്രം അല്ലേ? കേരളത്തിൽ ഒരുപാട് സുഗന്ധവിള ഗവേഷണ കേന്ദ്രങ്ങളുണ്ടോ? ഇല്ല, ഒറ്റന്നേ ഉള്ളൂ, 1 മാത്രം. എവിടെയാണ്? കോഴിക്കോട്. Aയും Bയും
എന്ന രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക്, അതായത് AB എന്ന രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക്, ഇതാണ് AB രക്തഗ്രൂപ്പുള്ള ഒരാൾക്ക് ഏതൊക്കെ ഗ്രൂപ്പുകാർക്ക് രക്തം ദാനം ചെയ്യാൻ സാധിക്കും? 40ാമത്തെ ആൻസർ ഡി ആണ്. രക്തഗ്രൂപ്പ് ABക്കാർക്ക് മാത്രമാണ് കേട്ടോ. AB ഉള്ള ആൾക്ക് ABക്കാർക്ക് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം 41. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടാത്ത സംസ്ഥാനം രാജസ്ഥാൻ. പശ്ചിമഘട്ടത്തിൽ ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങൾ അപ്പൊ കർണാടക, തമിഴ്നാട്, ഗുജറാത്ത് അല്ലേ? നമ്മൾ എങ്ങനെയാ കോഡ് ഇടുക? G² K² MT അല്ലേ? അങ്ങനെയല്ലേ പഠിക്കുക? ഗുജറാത്ത്, ഗോവ, കേരളം, കർണാടക, അങ്ങനെയല്ലേ പഠിക്കുക? G² K² MT എന്ന് പഠിക്കാറുണ്ട്. അടുത്തത് ഭൂഗുരുത്വ ത്വരണം. ജിയെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന. ഭൂഗുരുത്വ ത്വരണം 42. ആൻസർ ഡി ആണ് കേട്ടോ. എല്ലാം ശരിയാണ്. ഇത് പഠിക്കണം. ജിയെ സംബന്ധിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ 4 പഠിച്ചു വെച്ചോളൂ. ജിയുടെ മൂല്യം ഭൂമിയുടെ മാസിനെയും ആരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ധ്രുവ പ്രദേശങ്ങളിലെ ജിയുടെ മൂല്യം ഭൂമധ്യരേഖാ പ്രദേശത്തേക്കാൾ കൂടുതലായിരിക്കും. പിന്നെ ഒരു വസ്തുവിന്റെ ഭാരം തീരുമാനിക്കുന്നത് ജിയുടെ മൂല്യം കണക്കിലെടുത്തുകൊണ്ടാണ്. ഒരു ആനയും ഒരു ഉറുമ്പും നിർബാധം താഴേക്ക് പതിക്കുമ്പോൾ ജിയുടെ മൂല്യം 2 പേർക്കും തുല്യമായിരിക്കും. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രത ആരം 40 സെന്റിമീറ്റർ ആണ് എങ്കിൽ ഫോക്കസ് ദൂരം കാണാൻ, F കാണാൻ എന്താ ചെയ്യാ? ഫോക്കസ് ദൂരം കാണാൻ 43ാമത്തെ ഡി ആണ് അല്ലെ? 20 സെന്റിമീറ്റർ. 40/2 20. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവന 44 A ആണ് കേട്ടോ. 1 മാത്രം തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ ഇതൊന്ന് പഠിച്ചു വെച്ചേ. ഈ 2ഉം 3ഉം 4ഉം. ഒരു വസ്തു ഭാഗികമായോ പൂർണ്ണമായോ ഒരു ദ്രവത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ അതിൽ അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലം ആ വസ്തു ആദേശം ചെയ്യുന്ന ദ്രവത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. ഒരു കല്ല് ജലത്തിൽ മുങ്ങിയിരിക്കുമ്പോൾ കല്ലിനുണ്ടാകുന്ന ഭാരക്കുറവ് അതിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ഫലത്തിന് തുല്യമായിരിക്കും. കടലിൽ നിന്ന് ശുദ്ധജല തടാകത്തിലേക്ക് കടക്കുന്ന കപ്പല് കൂടുതൽ താഴുന്നത് കടൽ ജലത്തിന്റെയും ശുദ്ധജലത്തിന്റെയും സാന്ദ്രത വ്യത്യാസം കൊണ്ടാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസുമായിട്ട്, അതായത് LNGയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ താഴെ തന്നിരിക്കുന്നു. ശരിയായവ കണ്ടെത്തുക. 45 സി ആണ്. 1, 2, 3. അപ്പൊ LNGയെ കുറിച്ചിട്ട് ഈ 3 പേര് നോക്കുക. വാഹനങ്ങളിലും വ്യവസായശാലകളിലും തെർമൽ പവർ സ്റ്റേഷനുകളിലും ഇന്ധനമായിട്ട് ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസ് ഉപയോഗിക്കുന്നു. പ്രകൃതിവാതകത്തെ ദ്രവീകരിച്ച് ദൂരസ്ഥലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കും. അന്തരീക്ഷ താപനിലയിൽ വീണ്ടും വാതകമാക്കി പൈപ്പ് ലൈനുകളിലൂടെ വിതരണം ചെയ്യാനും കഴിയും. താഴെ തന്നിരിക്കുന്നവയിൽ ബ്രൗൺ എനർജി ഏതാണ്? ബ്രൗൺ എനർജി 46ാമത്തെ ബി ആണ് അല്ലെ? ന്യൂക്ലിയർ ഊർജ്ജമാണ്. കേരളത്തിൽ പ്രളയമുണ്ടായപ്പോൾ അണുനാശിനി എന്ന നിലയിൽ ബ്ലീച്ചിങ് പൗഡർ വ്യാപകമായി ശുചീകരണ പ്രവർത്തനങ്ങളിൽ ഉപയോഗിച്ചു. അതിന് കാരണം ബ്ലീച്ചിങ് പൗഡർ ജലവുമായി പ്രവർത്തിച്ച ഏത് വാതകം ഉണ്ടാകുന്നത് കൊണ്ടാണ്? 47 ക്ലോറിൻ ആണ് അല്ലെ? താഴെ തന്നിരിക്കുന്ന ലായനിയെ സംബന്ധിച്ച പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. 48ാമത്തെ എ ആണ്. 1ഉം 3ഉം ശരിയായിട്ടുള്ളതാണ്. 1, 3. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഒരു ഘടകമാണ്. ലീനത്തിന്റെ സ്വഭാവം ലേയത്വത്തെ സ്വാധീനിക്കുന്ന ഘടകമാണ്. ഒരു നിശ്ചിത താപനിലയിൽ പരമാവധി ലീനം ലയിച്ചു ചേർന്ന് കിട്ടുന്ന ലായനിയാണ് പൂരിത ലായനി. അടുത്തത് ആറ്റം മാതൃകയുമായി ബന്ധമുള്ള ഏതാനും ചില പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. അതിൽ ശരിയായിട്ടുള്ള പ്രസ്താവന 49ാമത്തെ ഏതാണ്? ഡി ആണ് കേട്ടോ. 1, 2, 3, 4 ശരിയാണ്. 4 ഇപ്പൊ തന്നെ പഠിച്ചു വെച്ചോളൂ. റൂദർഫോർഡിന്റെ സൗരയൂഥ മാതൃകയിൽ ഇലക്ട്രോണുകൾ ന്യൂക്ലിയസിന് ചുറ്റും സഞ്ചരിക്കുമ്പോൾ ഊർജം നഷ്ടമാവുകയും ക്രമേണ അത് ന്യൂക്ലിയസിൽ പതിക്കുകയും ചെയ്യുന്നു അല്ലെ? അതിനെ തിരുത്തിയിട്ടാണ് ബോർ മാതൃക വരുന്നത് അല്ലെ? ബോർ മാതൃകയിൽ ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകൾക്ക് ഊർജം കൂടുകയോ കുറയുകയോ ചെയ്യുന്നില്ല. ബോർ മാതൃക പ്രകാരം ന്യൂക്ലിയസിൽ നിന്നുള്ള അകലം കൂടുന്തോറും ഷെല്ലുകളുടെ ഊർജം കൂടി വരുന്നു. തോംസൺ മാതൃകയിൽ തണ്ണിമത്തന്റെ ഭക്ഷ്യയോഗ്യമായ ഭാഗത്തിലുടനീളം പോസിറ്റീവ് ചാർജും വിത്ത് പോലെ ഇലക്ട്രോണുകളും വിതരണം ചെയ്യുന്ന ഒരു തണ്ണിമത്തനായിട്ട് ആറ്റത്തെ ഉപമിച്ചിരിക്കുന്നു. ആരാണത്? തോംസൺ അല്ലേ? 2022 രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം കരോലിൻ ആർ ബർട്ടോസി, മോർട്ടൻ മെൽഡൻ, കെ ബാരി ഷാർപ്ലസ് എന്നിവർക്ക് ലഭിച്ചു. എന്ത് വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് നോബൽ സമ്മാനം കിട്ടിയത്?
50-ാമത്തെ ഡി ആണ്. ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനം. ആദ്യമൊക്കെ നോബൽ സമ്മാനവും മറ്റേ അതൊക്കെ നോബൽ സമ്മാനം പഠിക്കുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഈ പേരുകൾ പഠിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ ആവില്ലേ. അതായത് ഓരോരോ കട്ടിയായിട്ടുള്ള പേരുകളായിരിക്കും. പക്ഷേ ഇപ്പൊ ഞാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഈ നോബൽ സമ്മാനം ഒരാൾക്ക് മാത്രം കൊടുക്കരുതേ ദൈവമേ, 3 പേർക്കെങ്കിലും കൊടുക്കണേ എന്നാണ്. കാരണം 3 ആളിനെയും കൂടിയിട്ട് അവർക്ക് എന്തായാലും ഓപ്ഷൻ തരാൻ പറ്റില്ല അല്ലെ. അവര് സാധാരണയായിട്ട് 3 ആളിനെയും കൂടി തരാറില്ല. ഇതിൽ ആരാണ് നോബൽ സമ്മാനം തരാറില്ല. ഇപ്പൊ എന്താണ് ഇവർ 3 പേരുടെ പേര് തന്നിട്ട് എന്തിനുള്ള കണ്ടുപിടുത്തം വേണം. അപ്പൊ നമുക്ക് സമാധാനമാണെങ്കിലും വൈദ്യശാസ്ത്രത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും നമുക്കത് പഠിക്കുമ്പോൾ അത് എന്തിനാണ് അവർക്ക് കൊടുത്തു എന്നുള്ളത് മാത്രം പഠിച്ചാൽ മതിയല്ലോ. ഫിസിക്സ് ഭൗതികശാസ്ത്രത്തിൽ ഇന്നതിന് കൊടുത്തു, രസതന്ത്രത്തിൽ ഇന്നതിന് കൊടുത്തു, അത് മാത്രം നമുക്ക് പഠിച്ചാൽ മതിയല്ലോ. അപ്പൊ അതുകൊണ്ട് PSC അതൊരു ഉപകാരം ചെയ്തു തന്നിട്ടുണ്ട്. 2022 കെമിസ്ട്രിയിൽ ഏതിനാ കിട്ടിയത്? ക്ലിക്ക് കെമിസ്ട്രിയുടെയും ബയോ ഓർത്തോഗണൽ കെമിസ്ട്രിയുടെയും വികസനത്തിനാണ്. ഇന്ത്യയിലെ വലിയ നഗരങ്ങളിലെ വായു മലിനീകരണത്തിന് കാരണമാകുന്നത് ഏത് ലോഹത്തിന്റെ സാന്നിധ്യമാണ്? ഇതാണ് ലെഡ് ആണ് അല്ലേ. വാഹനങ്ങളിൽ നിന്ന് വരുന്ന പുകയിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നില്ലേ, ലെഡ് അടങ്ങിയിട്ടുണ്ട് അല്ലേ. അവനി ലഘേര പാരാലിമ്പിക്സിൽ സ്വർണം നേടിയത് ഏതിനത്തിലാണ്? അവനി ലഘേര. അപ്പൊ അവനി ലഘേര ഏതിനത്തിലാണ്? എ ആണ്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിലാണ് അവര് സ്വർണം നേടിയത്. വരിക വരിക സഹചരെ എന്ന് തുടങ്ങുന്ന ദേശഭക്തി ഗാനത്തിന്റെ രചയിതാവ് അംശി നാരായണപിള്ള. കഥകളിയിലെ ആദ്യത്തെ ചടങ്ങിന്റെ പേര്? 54-ാമത്തെ സി ആണ്. കേളികൊട്ടാണ് ആദ്യത്തെ ചടങ്ങ്. പി കേശവദേവ് രചിച്ച ഉലയ്ക്ക എന്ന നോവൽ ഏത് സമരത്തെ പശ്ചാത്തലമാക്കി എഴുതിയിട്ടുള്ളതാണ്? ഉലയ്ക്ക. 55-ാമത്തെ എ ആണ്. പുന്നപ്ര വയലാർ സമരം. വാക്കുരുവി വരുക്കുരുവി വാഴക്കൈ മേലിരുകുരുവി ഈ പ്രസിദ്ധമായ വരികൾ ആരുടേതാണ്? 56-ാമത്തെ ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം സ്ഥിതി ചെയ്യുന്നത്? കാർബൺ ന്യൂട്രൽ ഫാം ഡി ആലുവ താലൂക്കിലെ തുരുത്തിലാണ്. ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷന്റെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ്? PT ഉഷ. ഉയർന്ന തലത്തിലുള്ള ഭാഷകളിൽ എഴുതിയ IT വിഭാഗത്തിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഉയർന്ന തലത്തിലുള്ള ഭാഷകൾ എഴുതിയ പ്രോഗ്രാമുകൾ യന്ത്രഭാഷകളിലേക്ക് മാറ്റുന്നതിന് ഏതാണ് ഉപയോഗിക്കുന്നത്? 59-ാമത്തെയും ക്വസ്റ്റ്യൻ ഡിലീഷൻ ആണ് കേട്ടോ. വിവിധ തരത്തിലും പ്രോട്ടോകോളിലും പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കുന്ന ഉപകരണം? പ്രോട്ടോകോളിൽ പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടർ ശൃംഖലകളെ ബന്ധിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്? 60-ാമത്തെ ബി ആണ്. പ്രോട്ടോകോളിലെ ഗേറ്റ് വേ. അപ്പൊ നിങ്ങൾ നമ്മൾ പഠിക്കാറില്ലേ ഈ സ്വിച്ച്, ഹബ്ബ് അല്ലെ. 1 ഹബ്ബ് പഠിക്കും, 2 സ്വിച്ച് പഠിക്കും, പിന്നെ ഗേറ്റ് വേ, റൂട്ടർ, പിന്നെ ബ്രിഡ്ജ്, ഇതൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലേ. ഇപ്പൊ ഗേറ്റ് വേ, ഇതിപ്പോ നമ്മളിവിടെ ഏതാണ് മനസ്സിലാവുന്നത്? പ്രോട്ടോകോളിലും ഗേറ്റ് വേ എന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ ഇതിന് ഒരു ക്ലൂ പറഞ്ഞേരട്ടെ. ഇപ്പൊ നമ്മൾ റെയിൽവേ ഗേറ്റ് കിടക്കുന്ന സമയത്തെ നമുക്ക് നേരെ ഒരു ട്രെയിൻ വരുന്ന സമയത്ത് നമുക്ക് മിണ്ടാതെ വണ്ടി കൊണ്ട് പോകാൻ പറ്റുമോ? ഇല്ലല്ലോ. അവിടെ ഒരു പ്രോട്ടോകോൾ ഇല്ലേ. അവര് ഇത്ര മിനിറ്റ് എന്താണ് സമയത്തിന് മുമ്പ് ഗേറ്റ് അടയ്ക്കണം, ആ ട്രെയിന് പോയതിന് ശേഷം ഇത്ര സമയം കഴിഞ്ഞിട്ടേ ആ ഗേറ്റ് തുറക്കാൻ പാടുള്ളൂ, അതിന് മുൻപ് അതുപോലെ ഗേറ്റ് അടയ്ക്കുന്നതിന് മുമ്പ് അവിടെ ഒരു വാർണിംഗ് കൊടുക്കുന്നുണ്ട് അല്ലേ, ട്രെയിൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് കൊടുക്കണം. അവിടെ ലൈറ്റ് എന്താണ് റെഡ് ലൈറ്റ് തെളിയിക്കണം. വണ്ടി ട്രെയിൻ പോയി കഴിഞ്ഞാൽ ആ ലൈറ്റിന്റെ വെളിച്ചം മാറ്റണം, കളർ മാറ്റണം. ഇതൊക്കെ അവിടെ എന്താണ്? ഒരു പ്രോട്ടോകോൾ ആണ് അല്ലേ. അത് നിയമമാണ് അല്ലേ. അവിടെ ഒരു പ്രോട്ടോകോൾ പറഞ്ഞിട്ടുണ്ട് റെയിൽവേ ഗേറ്റ് തുറക്കുമ്പോൾ. അത് പഠിച്ചാൽ മതി കേട്ടോ. അപ്പൊ പ്രോട്ടോകോൾ എന്ന് കാണുമ്പോൾ തന്നെ റെയിൽവേ ഗേറ്റിനെ ആലോചിക്കുക കേട്ടോ. പ്രോട്ടോകോളിനെ ആലോചിക്കുമ്പോൾ റെയിൽവേ ഗേറ്റിനെ ആലോചിക്കുക. അതുപോലെ ഗേറ്റ് വേ അത് പഠിച്ചല്ലോ. അതുപോലെ റൂട്ടർ പറയുമ്പോൾ പെരുമാറ്റച്ചട്ടം എന്നുള്ളതുണ്ടാവും. എന്താണ് അത്? പഠിക്കുകയാണെങ്കിൽ ഇതിൽ എളുപ്പത്തിൽ പഠിച്ചു വെക്കാം കേട്ടോ. പെരുമാറ്റച്ചട്ടം. എങ്ങനെ നമ്മൾ പെരുമാറ്റച്ചട്ടം എഴുതുക? അത് മുഴുവൻ പറഞ്ഞു തരാം. പെരുമാറ്റച്ചട്ടം. അപ്പൊ ഞാനിങ്ങനെ പഠിച്ചു വെച്ചിരിക്കുന്നത് ചട്ടം കണ്ടോ. അപ്പൊ റൂട്ടർ കണ്ടോ, റൂട്ടർ അത് പഠിച്ചു. പിന്നെ ബ്രിഡ്ജ് വരുന്നുണ്ട് അല്ലേ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോഴേ നമ്മളൊരു പാലം അല്ലേ. ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ പാലം. അതില് നിങ്ങൾ ഈ ഭാഗങ്ങളൊക്കെ വ്യക്തമാക്കി പഠിച്ചിട്ടുണ്ടാകും. ബ്രിഡ്ജ് പറയുമ്പോൾ ഒരു പാലം കടന്നാൽ നമുക്ക് എന്ത് ചെയ്യും? പല സ്ഥലങ്ങളിലേക്ക് പോകാം അല്ലേ. ഇപ്പോൾ ഏതെങ്കിലും ഒരു സിറ്റി, ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരു തിരുവനന്തപുരത്തിൽ ഇപ്പോൾ ഒരു ആറ്റിങ്ങലിലേക്ക് പോകണം. ഒരു ആറ്റിങ്ങലിൽ പോകുന്ന സമയത്ത് അവിടെ ഒരു പാലമുണ്ട്. ആ പാലം എത്തിക്കഴിഞ്ഞാൽ പാലം കടന്നു കഴിഞ്ഞാൽ ആറ്റിങ്ങലിലേക്ക് മാത്രമാണ് പോകാൻ പറ്റുക? അല്ല അല്ലേ. വേറെ റൂട്ട് പോകുക, അത് കഴിഞ്ഞ് അടുത്ത റൂട്ട് പോകുക, അടുത്ത റോഡിലേക്കും പല സ്ഥലങ്ങളിലേക്കും പല ഭാഗങ്ങളിലേക്കും പല ആൾക്കാർക്ക് പല ഭാഗങ്ങളിലേക്കായിട്ടായിരിക്കും പോകേണ്ടത് അല്ലേ. അപ്പോൾ ഒരു സ്ഥലത്തേക്ക് മാത്രമാണ് പാലം പോവുക? അല്ല അല്ലേ. അപ്പോൾ അതിലും എന്തുണ്ട്? ആ ബ്രിഡ്ജ് പഠിക്കുന്ന സമയത്ത് അവിടെ എന്താണ് ക്ലൂ ഉണ്ട്.
നമുക്ക് നോക്കട്ടെ, IT ക്ലാസ് എടുത്തു തരാൻ പറ്റുകയാണെങ്കിൽ ചെയ്തു തരാം. അപ്പോൾ ഇതിങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. ഇനി ഡക്ക് ഡക്ക് ഗോ എന്നത് എന്താണ്? 61ാമത്തെ ഡക്ക് ഡക്ക് ഗോ എന്താണ്? D ആണ് കേട്ടോ, ഒരു സെർച്ച് എഞ്ചിനാണ് ഡക്ക് ഡക്ക് ഗോ. ഇമെയിൽ ആ ഡക്ക് ഡക്ക് ഗോ എന്ന് പറഞ്ഞതേ അത് നമുക്കൊരു ക്ലൂ ഇട്ടൂടെ? സെർച്ച് എഞ്ചിൻ പറയുമ്പോൾ ഈ ഡക്ക് താറാവേ ഈ കുളത്തിൽ കിടന്നിട്ട് ഇങ്ങനെ ആകില്ലേ, അപ്പൊ അതിന്റെ അടിയിൽ മീൻ ഉണ്ടാവും. മീന് താറാവിന്റെ വായിന്റെ അടുത്ത് പോയി നിൽക്കുവോ? ഇല്ലല്ലോ. താറാവിന് തിരയണ്ടേ മീൻ എവിടെയാന്നുള്ളത്? അങ്ങനെ എന്താ പറയാ, കുളത്തിന്റെ അടിയിൽ കൂടെ പോയി നോക്കി 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 പോയല്ലേ മീനുകളെ കാണാൻ പറ്റുള്ളൂ. അപ്പൊ ഡക്ക് ഡക്ക് നോക്കിക്കേ, സെർച്ച് ചെയ്യണം, മീനിനെ സെർച്ച് ചെയ്യണം കേട്ടോ. അപ്പൊ അത് മനസ്സിലാക്കണേ. അപ്പൊ ഡക്ക് ഗോ എന്ന് പറയുന്നത് ഒരു സെർച്ച് എഞ്ചിനാണ്. അവിടെ ഒന്ന് മനസ്സിലാക്കാൻ ഞാൻ പഠിച്ചു വെച്ചത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. വിഡ്ഢിത്തരമാണെങ്കിൽ അത് ഒഴിവാക്കുക കേട്ടോ. ഇമെയിൽ ഉപഭോക്താക്കളുടെ സമ്മതമില്ലാതെ ഒരു സേവനത്തിന്റെയോ ഉൽപ്പന്നത്തിന്റെയോ പ്രചരണത്തിന് വേണ്ടി അയക്കുന്ന സന്ദേശം സ്പാം അല്ലേ? 62ാമത്തെ സ്പാം ആണ്. സി നോക്കിക്കേ, നിങ്ങളുടെ ഇമെയിൽ ID എടുത്ത് നോക്കിക്കേ, അതിൽ സ്പാം ഇട്ടിട്ടുണ്ടാവും. മെസ്സേജുകളിൽ ഇൻബോക്സ് നമുക്ക് വന്ന മെസ്സേജിൽ ഇൻബോക്സിൽ നോക്കിക്കേ, ഇൻബോക്സിൽ നോക്കുകയാണ് സ്പാം ഇട്ടിട്ടുണ്ടാവും കേട്ടോ. അത് അവരുടെ സ്ഥാപനങ്ങളുടെയും അവരുടെ എന്തെങ്കിലും ഉൽപ്പന്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിന് പരസ്യമായിട്ടാണ് അതിൽ സ്പാം മെസ്സേജ് ആയിട്ട് വന്ന് കിടക്കുക. നമ്മുടെ സമ്മതത്തോട് കൂടിയിട്ടാണ് അവർ അയക്കുന്നത് അല്ല അല്ലെ. കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ഒരു ഇൻപുട്ട് ഉപകരണം ഏതാണ്? സ്കാനറാണ് അല്ലേ? സ്കാനറാണ്. പ്രിന്റർ, പ്ലോട്ടർ, ഇതൊക്കെ എന്താണ്? ഔട്ട്പുട്ടാണ്. അറിയാനുള്ള അവകാശ നിയമം 2005 ഉദ്ദേശ ലക്ഷ്യത്തെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 64ാമത്തെ B ആണ് കേട്ടോ. 1, 2, 4 1, 2, 4 പൊതു അധികാരികളുടെ അധീനതയിലുള്ള വിവരങ്ങൾ പൗരന്മാർക്ക് നിർബാധം ലഭ്യമാക്കുക. സർക്കാർ ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളിൽ സുതാര്യതയും ഉത്തരവാദിത്തവും വർദ്ധിപ്പിക്കുക. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷൻ, സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷൻ എന്നിവരുടെ രൂപവൽക്കരണം. ഇതാണ് വിവരാവകാശ നിയമമാണ് ചോദിച്ചിരിക്കുന്നത്. അവിടെ അറിയാനുള്ള അവകാശ നിയമം എന്ന് പറയുമ്പോൾ അവിടെ പെട്ടെന്ന് അറിയാനുള്ള അവകാശ നിയമം, ഏത് അവകാശം എന്ന് ചോദിക്കരുത്, വിവരാവകാശം. അടുത്തൊരു കിളിപോണ ചോദ്യമാണ്. ഒന്ന് നന്നായിട്ട് വായിച്ചിട്ട് നിങ്ങളിത് സ്വയം ഒന്ന് ചെയ്യാട്ടോ. ഇത് ഞാൻ വായിച്ചു തന്നാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, പോസ് ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് ആൻസർ ചെയ്യുക. ഇവിടെ 65ാമത്തെ ആൻസർ ആയിട്ട് വരുന്നത് A ആണ് കേട്ടോ. നിർമ്മാതാവിന് വൈക്ക് നഷ്ടപരിഹാരം നൽകാൻ ബാധ്യതയുണ്ട്. 66 താഴെ കൊടുത്തിട്ടുള്ള ഏത് മൗലികാവകാശ വിഭാഗത്തിലാണ് തൊട്ടുകൂടായ്മ നിർമാർജനം ഉൾപ്പെടുത്തിയിരിക്കുന്നത്? തൊട്ടുകൂടായ്മ നിർമാർജനം ഏതിലാണ് വരിക? B ആണ് അല്ലേ? തുല്യതയ്ക്കുള്ള അവകാശം. പ്രസ്താവന 67ാമത്തതും നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. 67ാമത്തെ ആൻസർ ഇവിടെ A ആണ് കേട്ടോ. കാരണം ഇത് ഞാൻ വായിച്ചാൽ നമുക്ക് ഒന്നും മനസ്സിലാവില്ല. ഞാൻ വെറുതെ ഇത് വായിച്ചു പോകുന്നുള്ളൂ. നിങ്ങൾ പോസ് ചെയ്തിട്ട് ഇന്നത് കൊണ്ടാണെന്ന് മനസ്സിലാക്കുക. Aയും 6ഉം ശരിയാണ്. 6 Aയുടെ ശരിയായ വിശദീകരണവുമാണ്. അതാണ് ആൻസർ വരുന്നത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞത്. 68ാമത്തെ ഏതാ വരിക? 1 തെറ്റാണ്. ഇത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. കുട്ടികൾക്ക് എതിരായിട്ടുള്ള ലൈംഗിക അതിക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരിക്കുന്നത് പോക്സോ നിയമപ്രകാരം കുറ്റമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് അരുൺകുമാർ മിശ്ര മനുഷ്യാവകാശങ്ങളെ കുറിച്ചിട്ടുള്ള പൊതുപ്രഖ്യാപനം യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭ പാസാക്കി അംഗീകരിച്ചത് 70ാമത്തെ B അല്ലേ? 1948 ഡിസംബർ 10. നല്ല ക്വസ്റ്റ്യൻസ് ആയിരുന്നു അല്ലേ? ഓരോ ടോപ്പിക്കിനെ കുറിച്ചിട്ട് എനിക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ഇഷ്ടപ്പെട്ട ക്വസ്റ്റ്യൻ പേപ്പറാണ്. എന്താ കാരണം എന്താണ്, നമുക്ക് ഒരു ടോപ്പിക്കിന് ഡീപ്പായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും. പിന്നെ അവിടെ അല്ലറ ചില്ലറ അവർ നമുക്കിട്ട് പണി തരുമല്ലോ, അത് PSCയുടെ അവരുടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, മാർക്ക് ആക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തം. നമുക്ക് അപ്പൊ നിങ്ങൾ അറിയാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകുമല്ലോ. നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പഠിക്കുക. ജൂൺ മാസമായി, ഓർമ്മിപ്പിക്കുകയാണ്. ദിവസം മടി പിടിച്ചിട്ടിരിക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ ഉയർത്തെഴുന്നേറ്റ് വരിക കേട്ടോ. കാരണം ജൂണായി, ജൂൺ ജൂലൈ ഇല്ലേ, കഴിഞ്ഞു. ഓഗസ്റ്റ് ആയി. ജൂലൈ 30 എല്ലാവർക്കും ഖാദി ബോർഡിന്റെ എക്സാം ഉണ്ട് അല്ലേ? അതിന് മുമ്പ് തന്നെ മറ്റേ LD ഉണ്ട്. നന്നായി പഠിക്കുക. കൂടുതലൊന്നും പറയാനില്ല. ഓരോ സമയം വിലപ്പെട്ടതാണ്. മനസ്സിലാക്കുക, പ്രവർത്തിക്കുക. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വിജയം, നമ്മുടെ ക്ലാസ്സിന്റെ എനർജി. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. തീർച്ചയായും താഴെ കമന്റ് കൂടി രേഖപ്പെടുത്തണേ. പരമാവധി ഷെയർ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നല്ല ക്ലാസ്സുകൾ, അതായത് തട്ടുപൊളിപ്പം ക്ലാസ്സുകളൊന്നും ആയിരിക്കില്ല. നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ മാർക്ക് തരാൻ
വാങ്ങിച്ചു തരാൻ പറ്റുന്ന ആ രീതിയിൽ ചെയ്തു തരും. നിങ്ങളുടെ സപ്പോർട്ട് കുറവായതുകൊണ്ടാണ് കുറച്ചൊക്കെ ഒന്ന് ഡിലേ ഒക്കെ ആക്കിയത്. നിങ്ങളുടെ സപ്പോർട്ട് എത്രത്തോളം ഉണ്ടോ അതിനനുസരിച്ചിട്ട് ഞാൻ കണ്ടന്റ് കൊണ്ടുവന്ന് തരും, ഉറപ്പാണ്. തീർച്ച. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.